പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. നോമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ധ്യാനചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ സംഭവമാണ്. ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ്. യേശുക്രിസ്തു രോഗസൗഖ്യം പ്രദാനം ചെയ്യുന്നതിലുപരിയായിട്ട് അക്കാലഘട്ടത്തിൽ യഹൂദ സമുദായത്തിൽ നിലനിന്നിരുന്ന ശുദ്ധി അശുദ്ധി നിയമങ്ങളിലുള്ളതായ ചില തിരുത്തൽ കൂടിയാണ് ഇവിടെ നടത്തുന്നത്. ഈ ഭാഗം തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 45 വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ സംഭവം നടക്കുന്നത് ഗിരിപ്രഭാഷണത്തിന് ശേഷമാണ്, ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ്. എന്നാൽ മറ്റു 2 സുവിശേഷങ്ങളിലും വേറൊരു സാഹചര്യത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു തമ്പുരാൻ പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠരോഗി യേശുക്രിസ്തുവിനെ സമീപിക്കുന്നതാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം. കുഷ്ഠരോഗം അക്കാലഘട്ടത്തിൽ വളരെ നിന്ദ്യമായ രോഗമായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കുഷ്ഠരോഗിയുമായുള്ള സമ്പർക്കം ഉണ്ടായിരുന്നില്ല. കുഷ്ഠരോഗിയെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങളിൽ കുഷ്ഠരോഗം സംബന്ധിച്ചിട്ടുള്ള യഹൂദന്മാരുടെ ഇടയിലുള്ള ശക്തമായ നിയമങ്ങളെക്കുറിച്ചും അത് പാലിക്കേണ്ടതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തിയ ഈ കുഷ്ഠരോഗി പട്ടണത്തിലെ വലിയ ജനത്തിരക്കിൻ്റെ മധ്യത്തിലൂടെ എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തി എന്നുള്ളത് വലിയൊരു ആശ്ചര്യം ഉളവാക്കുന്നതാണ്. കാരണം ജനസമ്പർക്കം പാടില്ലാതിരിക്കുന്ന വ്യക്തിയാണ് ജനസമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. എന്താണെങ്കിലും ആ രോഗി വളരെയേറെ ത്യാഗം സഹിച്ചായിരിക്കണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കുഷ്ഠരോഗിയെ കണ്ട് യേശുക്രിസ്തുവിന് മനസ്സലിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ കൂറിലോസ് പറയുന്നു, യേശുക്രിസ്തു രോഗത്തിന്മേൽ അധികാരമുള്ളവനാണ്. ക്രിസ്തുവാണ് യഥാർത്ഥ സൗഖ്യം പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും വേദനകൾക്കും ശാരീരികവും മാനസികമായ എല്ലാ രോഗങ്ങൾക്കും യഥാർത്ഥ സൗഖ്യം ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നത്തെ സദറ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് രാത്രി പ്രാർത്ഥനയുടെ സദറകളിൽ യേശുക്രിസ്തുവിനെ സ്വർഗീയ വൈദ്യനായിട്ടാണ് പ്രാർത്ഥനയിലൂടെ അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദൈവിക രോഗശാന്തി നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് കേവലം വാക്കുകൊണ്ടല്ല ഈ രോഗിയെ സൗഖ്യമാക്കുന്നത്. അവൻ ഈ കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നതായി കാണുന്നു. അക്കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നവൻ അശുദ്ധനായിത്തീരുന്നു. കുഷ്ഠരോഗിയുമായി സമ്പർക്കമില്ല. സഭാപിതാവായ മോർ അഫ്രൈം പറയുന്നുണ്ട്, യേശുക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ടുവെങ്കിലും ക്രിസ്തു ഒരിക്കലും അശുദ്ധനായിത്തീരുന്നില്ല. ദൈവം അവന് രോഗസൗഖ്യം കൊടുക്കുക മാത്രമല്ല, അവനെ ശുദ്ധനാക്കുക കൂടി ചെയ്യുകയാണ്. ദൈവം നമ്മെ സ്പർശിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തർക്കും വിശുദ്ധിയും ശുദ്ധീകരണവും ഉണ്ടാകും. പാപത്തിൻ്റെ അശുദ്ധിയിൽ ജീവിക്കുന്ന നമ്മെ ദൈവം തൊടുന്നുവെങ്കിൽ നാം ശുദ്ധീകരണം പ്രാപിക്കും. നമ്മുടെ ആരാധനയിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥനകളിൽ ഇന്ന് കൂടുതലായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്ന ക്രിസ്തു നമുക്ക് നൽകുന്ന ആത്മീയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. പാപത്തിൽ എത്രയോ തഴമ്പിച്ച നമ്മുടെ ജീവിതത്തെ ക്രിസ്തു സ്പർശിക്കുന്നുവെങ്കിൽ നാം ശുദ്ധീകരിക്കപ്പെടും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ദൈവം നമ്മളെ സ്പർശിക്കുവാനും ശുദ്ധീകരിക്കുവാൻ തയ്യാറാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ കുഷ്ഠരോഗം മാറിയാൽ പുരോഹിതൻ അതിനെ പരിശോധിക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കുഷ്ഠരോഗിക്ക് സൗഖ്യം
നൽകിയ ശേഷം ക്രിസ്തു വിജനപ്രദേശത്തേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി എന്നവിടെ നാം വായിക്കുന്നു. ധാരാളം ആളുകൾ ഈ സംഭവം അറിഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്, അനേകം രോഗികൾ വന്നിട്ടുണ്ട്. എങ്കിലും ക്രിസ്തു പ്രാർത്ഥിക്കുവാനായി മരുഭൂമിയിലേക്ക് പോയി. സഭാപിതാവായ സിപ്രിയൻ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയത് പ്രാർത്ഥന തൻ്റെ ജീവിതത്തിലെ വലിയ ശക്തിയാണ്. ആ മാതൃക നമുക്കും അനുകരണീയമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ വേദഭാഗത്തുനിന്ന് രണ്ട് ഹ്രസ്വമായ ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു സമൂഹം മാറ്റി നിർത്തിയവരെ ചേർത്ത് നിർത്തുന്നു എന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നമ്മുടെ ക്രിസ്തീയ ദൗത്യത്തിനും നമ്മുടെ ശുശ്രൂഷകൾക്കും വലിയ മാതൃകയാണ്. സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുഷ്ഠരോഗിയെ യേശുക്രിസ്തു സ്പർശിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. അന്നത്തെ അശുദ്ധി സങ്കല്പങ്ങളൊന്നും ക്രിസ്തുവിനെ സ്വാധീനിച്ചിരുന്നില്ല. മാത്രമല്ല, ക്രിസ്തു അതിനെ തിരുത്തുകയും കൂടെ ചെയ്യുന്നു. സമൂഹം അകറ്റി നിർത്തിയവരെ, പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ നമുക്കും നമ്മുടെ ശുശ്രൂഷയിൽ ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വേർതിരിവിൻ്റെ മതിലുകളില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു: അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ദൂരത്തും സമീപസ്ഥവർക്കും അകലെയും അടുത്തുമുള്ളവരെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തു അന്ന് മാറ്റി നിർത്തിയവരുടെ ഇടയിലായിരുന്നു കൂടുതൽ ശുശ്രൂഷ നിർവഹിച്ചത്. പ്രത്യേകിച്ച് ചുങ്കക്കാർ, പാപികൾ, ദരിദ്രർ, ജാതികൾ, സ്ത്രീകൾ എന്നിങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നത്. ഇവരൊക്കെ അന്നത്തെ പൊതുധാരയിൽ നിന്ന് കൂടുതൽ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. ക്രിസ്തുവിൻ്റെ ഈ വിശാലമായ കാഴ്ചപ്പാട് നമ്മെ സ്വാധീനിക്കട്ടെ. ക്രിസ്തീയ ശുശ്രൂഷയിൽ നമ്മുടെ സമൂഹത്തിൽ വിവിധ കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവർ, പിന്തള്ളപ്പെട്ടവർ, അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാനും അവരെ ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധ്യമാകട്ടെ. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ 2010 സൗത്ത് കൊറിയയിലെ ബുസാനിൽ വെച്ച് നടന്ന ആ സമ്മേളനത്തിൽ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയം മിഷൻ ഫ്രം ദ മാർജിൻ എന്നതായിരുന്നു. സമൂഹം മാറ്റി നിർത്തിയവരുടെ ഇടയിലുള്ള നമ്മുടെ ശുശ്രൂഷ. ക്രിസ്തീയ ദൗത്യത്തിൻ്റെ ലക്ഷ്യവും ഫോക്കസും അതായിരിക്കണമെന്ന് ആ ഡോക്യുമെൻറ്റിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഭാഗത്തെ പ്രകാരം നിർവചിക്കുന്നുണ്ട്: മിഷൻ ഇൻ മാർജിൻ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദെയർ സ്ട്രഗിൾസ് ആൻഡ് ഷെയറിംഗ് ദെയർ ഹോപ്സ്, ഓവർകമ്മിങ് ദ മാർജിനലൈസേഷൻ ടെൻഡൻസീസ്. യഥാർത്ഥ ക്രിസ്തീയ മിഷൻ എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിസന്ധികളിൽ താതാത്മ്യം പ്രാപിക്കുകയും ആ സാഹചര്യത്തിൽ നിന്ന് അവരെ ഉദ്ധരിക്കുകയും ചെയ്യുന്നതുമാണ്. നമ്മുടെ എല്ലാവരുടെയും സഭാ ശുശ്രൂഷയിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ യേശുക്രിസ്തു വിരുന്ന് നടത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നുണ്ട്: നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. സാധാരണ വിരുന്ന് കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തു പറയുന്നത്. വിരുന്നിന് ക്ഷണിക്കപ്പെടേണ്ട ആളുകൾ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണെന്നുള്ളത് ക്രിസ്തു നമ്മെ വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു ദർശനം നമ്മുടെ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കട്ടെ. രണ്ടാമത്തെ ചിന്ത ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. സഭാപിതാവായ സിപ്രിയൻ യേശുക്രിസ്തു തിരക്കുകളുടെ മധ്യത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയത് സംബന്ധിച്ച് വ്യാഖ്യാനിച്ച പ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാതൃകയാണ്. വളരെ തിരക്കേറിയ സന്ദർഭത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്കായിട്ട് ക്രിസ്തു സമയം കണ്ടെത്തുകയാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. സിപ്രിയൻ ഇപ്രകാരം വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്: He himself prayed frequently and demonstrated what we ought to do by the testimony of his own example. യേശുക്രിസ്തു തുടർച്ചയായി പ്രാർത്ഥിക്കുകയും തൻ്റെ ആ പ്രവർത്തനത്തിലൂടെ നമ്മളും എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു മാതൃക കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതം തിരക്കേറിയതാണ്.
ഈ സന്ദർഭത്തിൽ നാം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തിരക്കുകളുടെ മധ്യത്തിലും യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സുവിശേഷത്തിൽ ക്രിസ്തു പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ക്രിസ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവൻ മലയിൽ കയറി പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ അവൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സ്നാനസമയത്ത് യേശുക്രിസ്തു പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക, രാത്രിയിലും പകലിലും മലയിലും മരുഭൂമിയിലും ജീവിതയാത്രയിലും മുഴുവനും ക്രിസ്തു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നിർഭരമായ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാതൃകയായിരിക്കട്ടെ. ദൈവം നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങളിൽ, വേദനകളിൽ, സംഘർഷങ്ങളിൽ, സമരമുഖങ്ങളിലെല്ലാം നമുക്ക് പ്രാർത്ഥന ഒരു ആയുധമായി തീരട്ടെ. 1 തെസ്സലോനിക്കർ 5:17 പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. നമ്മുടെ സഭയിലെ യാമപ്രാർത്ഥനകൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു ദിവസത്തെ 7 യാമങ്ങളായി തിരിച്ച് ഓരോ 3 മണിക്കൂർ ഗ്യാപ്പ് കഴിയുമ്പോഴും പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നു. എത്രയോ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സഭാ ശുശ്രൂഷയാണ് നമ്മുടേത്. അതുകൊണ്ട് നമ്മുടെ സഭയിലെ യാമപ്രാർത്ഥനകൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആസ് എ ബേർഡ് വിത്തൗട്ട് വിങ്സ്, ആസ് എ സോൾജിയർ വിത്തൗട്ട് ആം, സോ ഈസ് എ ക്രിസ്ത്യൻ വിത്തൗട്ട് പ്രയർ. പ്രാർത്ഥനയില്ലാത്ത ഒരു ക്രിസ്ത്യാനിയും ആയുധമില്ലാത്തൊരു പട്ടാളക്കാരനും ചിറകുകളില്ലാത്ത പക്ഷിയും ഒരുപോലെയാണ്. ദൈവ തിരുസന്നിധിയിലേക്ക് പറന്നുയരുന്നതിന് പ്രാർത്ഥന എന്ന ചിറകുകൾ അനിവാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണെങ്കിൽ തന്നെയും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി നമ്മളിലുണ്ടാകട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനി പ്രകാരം പറയുന്നുണ്ട്, പ്രാർത്ഥന ബാല്യത്തിലെ പ്രോത്സാഹനവും യുവത്വത്തിലെ സങ്കേതവും വാർദ്ധക്യത്തിലെ സമാധാനവുമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രാർത്ഥന വളരെ ശക്തിയാണ്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നിർഭരമായ ജീവിതം നമ്മെ സ്വാധീനിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.